യാതൊന്നിൻ്റെ മനനം കൊണ്ട്, ശ്രവണം കൊണ്ട്, നിധിധ്യാസനം കൊണ്ട്, യാതൊന്ന് കേട്ട് അതിനെക്കുറിച്ച് ആലോചിച്ച് അതിലൂടെ കടന്നു പോകുന്ന സമയത്ത്, അതിനെയാണ് ഇവിടെ ബ്രഹ്മജ്ഞാനാവലീമാല എന്ന് പറഞ്ഞത്. യതഹ എന്ന് പറഞ്ഞാൽ യാതൊന്നിൻ്റെ അനുഗ്രഹം കൊണ്ട്, സകൃത് ശ്രവണമാത്രേണ, ഒരിക്കൽ കേട്ടാൽ മതി എന്ന് പറയാം. കേൾക്കേണ്ട വിധത്തിൽ കേട്ടാൽ സകൃത് ശ്രവണമാത്രേണ, ആ ഒരൊറ്റ കേൾവിയിൽ തന്നെ, അതുകൊണ്ട് തന്നെ ബ്രഹ്മജ്ഞാനം ഭവേത്, ബ്രഹ്മാനുഭവം, ഭവേത് എന്ന് പറഞ്ഞാൽ ഭവിക്കും. ബ്രഹ്മം എന്തെന്ന് ഉള്ള അനുഭവത്തിന് പാത്രീഭൂതനാകാൻ ഈ ഒരൊറ്റ ബ്രഹ്മജ്ഞാനാവലീമാലയുടെ ശരിയായ വിധത്തിലുള്ള കേൾവി സാധിക്കും, കേൾവി കൊണ്ട് സാധിക്കും എന്നാണ്. അപ്പം ശരിക്ക് കേട്ടോളൂ. ബ്രഹ്മജ്ഞാനാവലീമാല അങ്ങനെയുള്ള ഒരു കൃതിയാണ് ബ്രഹ്മജ്ഞാനാവലീമാല, അതാണ് ഇതിൻ്റെ പേര്. ഇത് ആചാര്യസ്വാമികൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ആർക്കു വേണ്ടി? സർവേഷാം മോക്ഷസിദ്ധയേ, മോക്ഷത്തിനായിട്ട് ആരൊക്കെയാണോ ആഗ്രഹിക്കുന്നത് അവർക്കായിക്കൊണ്ട് ഞാനിതാ ഈ ബ്രഹ്മജ്ഞാനാവലീമാലയെ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറയാം. ഇപ്പം എല്ലാം ഡെഡിക്കേറ്റ് ചെയ്യലാണല്ലോ എന്ന് പറയാം. അതുകൊണ്ട് ഇതൊക്കെ ആചാര്യസ്വാമികൾ നമ്മുടെ പൂർവികന്മാർ ഉപയോഗിച്ചിട്ടുള്ള ഭാഷയാണെന്ന് പറയാം. അതുകൊണ്ട് ഞാൻ അവർക്കായിട്ട് ഈ കൃതിയെ സമർപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ആചാര്യന്മാരുടെ ഓരോ കൃതിയുടെ, നമ്മുടെ പൂർവന്മാരായ ആചാര്യന്മാർ ഒരു കൃതി രചിക്കുമ്പം അവരുടെ താത്പര്യം കൂടെ അവർ പറയുന്നു, അല്ലേ? എന്തിനാ? മറ്റുള്ളവർക്ക് ഇതുകൊണ്ട്, ഇതിൻ്റെ പഠനം കൊണ്ട്, ഇതിൻ്റെ മനനം കൊണ്ട് അവർക്ക് എന്തുണ്ടാവണം? ബ്രഹ്മജ്ഞാനം ഉണ്ടാവണം. അല്ലാതെ തനിക്ക് ഇത് ഇത്ര കോപ്പി, ഇത് കൃതി എഴുതുന്നതിന് മുമ്പ് പബ്ലിഷറായിട്ട് ഡിസ്കഷൻ തുടങ്ങും എന്ന് പറയാം. അതിൻ്റെ എത്ര കോപ്പി, അതിൻ്റെ മലയാളം, അതിൻ്റെ ഇംഗ്ലീഷ്, അതിൻ്റെ എത്ര % എനിക്ക്, ഇത്ര % അവന്, അതൊന്നും ഇവിടെ ഇല്ല. ഇവിടെ എന്താണ്? മറ്റുള്ളവരുടെ മോക്ഷം, ക്ഷേമം.